ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിലെ 6th ചാപ്റ്ററായ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അല്ലേ, എനർജീൻ്റെ സോഴ്സ് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. സോഴ്സസ് ഓഫ് എനർജി. ഡോണ്ട് യു ഓൾസോ പ്ലേ സച്ച് ഗെയിംസ് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ? നോക്കിയേ, കുട്ടികൾ എന്തൊക്കെയാണ് കളിക്കുന്നത്? ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് കളിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ഏർപ്പെടാറുണ്ടോ? ഇങ്ങനത്തെ കളികളൊക്കെ നിങ്ങൾ കളിക്കാറുണ്ടോ? ഡോണ്ട് യു ഫീൽ ടയേർഡ് വെൻ കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ഇൻ ഗെയിംസ്? തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ? കുറേ നേരം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ടയേർഡ് ആവൂലേ, ക്ഷീണാവൂലേ? നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീലിംഗ് ടയേർഡ്? ക്ഷീണം അനുഭവപ്പെടാൻ എന്തായിരിക്കും കാരണം? നമ്മൾ ടയേർഡ് ആകാൻ കാരണം എന്തായിരിക്കും? വെൻ വി പ്ലേ അവർ ബോഡി ഈസ് ഡൂയിങ് വേരിയസ് വർക്ക് അല്ലേ. നമ്മൾ കളിക്കുമ്പോൾ എന്താണ്, നാം വിവിധ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. എന്താണ് കളിക്കുമ്പോൾ എന്താണ്, നമ്മൾ വിവിധ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ടോ? യെസ് അല്ലേ. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അപ്പോൾ എന്താണ്, നമ്മൾ വർക്ക് അതായത് പ്രവൃത്തി ചെയ്യാനുള്ള ഈ കഴിവിനെയാണ് എന്ത് നമ്മൾ എനർജി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, ഈ പ്രവൃത്തി ചെയ്യാനുള്ള ഈ കഴിവിനെയാണ്, ഈ വർക്ക് ചെയ്യാനുള്ള ഈ എബിലിറ്റിനെയാണ് എന്ത് എനർജി എന്ന് പറയുന്നത് കേട്ടോ. വി കനോട്ട് സീ എനർജി, നമുക്ക് കാണാൻ കഴിയില്ല എനർജി അല്ലേ. എന്താണ് എനർജി നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല അല്ലേ. ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ് അല്ലേ. എന്താണ്, ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. എന്താണ് പറയുന്നത് ഇവിടെ? വിവിധ പ്രവർത്തനങ്ങളോട് എന്താണ് ഈ ഡിഫറെൻറ്റ് ആക്ഷൻസിലൂടെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഈ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത് അല്ലേ. അല്ലാതെ നമുക്കിത് കാണാൻ കഴിയുമെന്നില്ല, കഴിയോ? ഇല്ല അല്ലേ. അപ്പോൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ എനർജി പ്രകടമാക്കുന്നത് അല്ലേ. നോക്കൂ, ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ് അല്ലേ. നമുക്ക് ഹീറ്റ്, ലൈറ്റ് അല്ലേ, ചൂട്, പ്രകാശം തുടങ്ങിയ നമുക്ക് എന്താണ് അനുഭവിക്കാൻ കഴിയുന്ന അനുഭവിക്കാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. എക്സ്പീരിയൻസ് ചെയ്യുന്നല്ല അത്. ഇതൊക്കെ എന്താണ് അനുഭവിക്കാൻ കഴിയുന്ന ഈ എനർജി രൂപങ്ങളാണ് അല്ലേ. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വേർ എനർജി യൂട്ടിലൈസ്ഡ്? റൈറ്റ് ദം ഡൗൺ. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ വീട്ടിൽ എനർജി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് ഒന്ന് എഴുതി നോക്കൂ. എന്തൊക്കെയാണ്? എനർജി എന്തിനാ? ഫോർ കുക്കിംഗ് അല്ലേ. എന്താണ്, നമുക്ക് പാചകം ചെയ്യാൻ വേണം. പിന്നെ എന്തിനാ വേണ്ടത്? നമ്മൾ ഏത് ചെയ്യാൻ എന്താണ്, ഓടാൻ, ചാടാൻ, എഴുതാൻ, ഇതിനൊക്കെ നമുക്ക് എന്താണ് എനർജി വേണോ? വേണം അല്ലേ. വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഈസ് ഒബ്റ്റൈൻഡ്? ഈ കുക്കിംഗ് ചെയ്യാനുള്ള ഈ എനർജി എന്തിൽ നിന്നെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്? എന്തിൽ നിന്നാണ് നമുക്ക് ഈ കുക്കിംഗ് ചെയ്യാനുള്ള എനർജി ലഭിക്കുന്നത്? അപ്പോൾ കുക്കിംഗ് ചെയ്യാനുള്ള ഫ്യൂവൽ എനർജി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത് നോക്കിയാൽ? ഫ്യൂവൽസ് അല്ലേ. എന്താണ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ? ഇന്ധനങ്ങൾ അല്ലേ. നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ ബിലോ. ചിത്രം കണ്ടില്ലേ? എന്തൊക്കെയാണത്? ഓപ്പൺ ഹെർത്ത് അല്ലേ. ഒന്ന് എന്താണ്, വിറകടുപ്പാണ് അല്ലേ. മറ്റേതോ ഒന്ന് കരസിൻ സ്റ്റൗ, എന്താണ് മണ്ണെണ്ണ അടുപ്പ് അല്ലേ. ഇത് ഗ്യാസ് സ്റ്റൗ അല്ലേ, ഗ്യാസ് അടുപ്പ് അല്ലേ. വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഇൻ ഹോംസ്? ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? വിച്ച് ടൈപ്പ് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? ഇതിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം തരമാണുള്ളത്? നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണുള്ളത്? വി യൂസ് സ്റ്റൗസ് ഫോർ കുക്കിംഗ് ഫുഡ് അല്ലേ. ആഹാരം കുക്ക് ചെയ്യാനാണല്ലോ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ. പാചകം ചെയ്യാനാണല്ലോ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ. ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് വെൻ ദേ റിസീവ് എനർജി ഫ്രം ഹീറ്റ് അല്ലേ. അപ്പോൾ എന്താണ്, ഹീറ്റിൽ നിന്നും എനർജി ലഭിക്കുമ്പോഴാണ് ഈ ഫുഡ് ഐറ്റംസ് എന്താകുന്നത്, കുക്കാവുന്നത് അല്ലേ. ആഹാര പദാർത്ഥങ്ങൾ എന്താകുന്നത്, വേവുന്നത് അല്ലേ. ഹൗ ഈസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റൗസ് ഷോൺ ഇൻ ദ പിക്ചർ? നോക്കൂ, ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ നമുക്ക് ഹീറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണെന്ന് നോക്കിയേ. വിച്ച് ആർ ദ അതർ മെറ്റീരിയൽസ് യൂസ് ടു ജനറേറ്റ് ഹീറ്റ്? വിച്ച് മെറ്റീരിയൽസ് ബേൺ ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് സ്റ്റൗ? എന്താണ് ഇവിടെ പറയുന്നത്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണെന്നും പിന്നെന്താണ് വിച്ച് ആർ ദ അതർ മെറ്റീരിയൽസ് യൂസ് ടു ജനറേറ്റ് ഹീറ്റ്? എന്താണ് ഹീറ്റ് ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്നും ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഡൗൺ.
Then fuels are substances that generate heat when burned. Many materials such as wood, kerosene, LPG, petrol, diesel and coal are fuels. അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഹീറ്റ് എപ്പോഴാണ് വെൻ ബേൺഡ് അല്ലേ, കത്തുമ്പോൾ അല്ലേ, കത്തുമ്പോൾ എന്താണ് ഹീറ്റ് പുറത്തു വിടുന്ന വസ്തുക്കളാണ് എന്ത് ഫ്യൂവൽസ് എന്ന് പറയുന്നത് അല്ലേ. കത്തുമ്പോൾ ഹീറ്റ് പുറത്തു വിടുന്ന സബ്സ്റ്റൻസുകളാണ് എന്ത് ഫ്യൂവൽസ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് കത്തുമ്പോൾ ഹീറ്റ് പുറത്തു വിടുന്ന വസ്തുക്കളാണ് ഫ്യൂവൽസ് അല്ലേ. എന്തൊക്കെയാണ്? വുഡ് അല്ലേ, വുഡ് വിറക്, പിന്നെന്താ കരസീൻ, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസൽ, കോൾ, കരിക്കരി തുടങ്ങി ധാരാളം സബ്സ്റ്റൻസുകൾ അല്ലേ, ധാരാളം വസ്തുക്കൾ എന്താണ് നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ധാരാളം മെറ്റീരിയൽസ് നമ്മൾ എന്താക്കുന്നുണ്ട് ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വാട്ട് ഹെൽപ്സ് ഇൻ ബേണിംഗ്, ഇനി കത്താൻ സഹായിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഡസ് ദ ഫയർവുഡ് ഓൾവേസ് ബേൺ വെൽ ഇൻ ഹെർത്ത്, എന്താണ് അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? എപ്പോഴും കത്താറുണ്ടോ? നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്താക്കണം, ഈ വിറക് ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് റെഡിയാക്കി കൊടുക്കണം അല്ലേ. വാട്ട് ഈസ് ടു ബി ഡൺ ടു മേക്ക് ദ ഫയർവുഡ് ബേൺ വെൽ, വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നമുക്ക് എന്താക്കുക, അടുപ്പ് തീ കത്തണം എന്നുണ്ടെങ്കിൽ എന്താ ആദ്യം എന്താണ് തീ കത്തിച്ച് കത്തുന്നില്ലെങ്കിൽ പുകഞ്ഞ് കളിക്കുകയാണെങ്കിൽ ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ് അല്ലേ. അപ്പോൾ കുഴൽ ഉപയോഗിച്ച് നമുക്ക് ഊതണം അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുക, വിറക് വെക്കണം, പിന്നെ തീ കത്തിക്കണം അല്ലേ, ഒക്കെ ചെയ്യാണ്ടല്ലേ. വിറക് എന്താണ് തീരുന്നതനുസരിച്ച് നമ്മളെന്താണ് വിറക് അങ്ങോട്ടേക്ക് തള്ളി കൊടുക്കണം അല്ലേ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്, ഇനി കുഴൽ വെച്ച് ഊതുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? അവിടെ ഓക്സിജൻ കിട്ടണം അല്ലേ, നമുക്ക് നോക്കാം, നമുക്ക് എയർ കിട്ടണം. ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ് അല്ലേ, കത്താൻ വായു ആവശ്യമുണ്ടോ? കത്താൻ എയർ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്, നമുക്ക് എന്താക്കുക ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടേക്ക് 2 candles ഓഫ് ദ സെയിം സൈസ്, ലൈറ്റ് ബോത്ത് ദ കാൻഡിൽസ്, എന്താണ് ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ അല്ലേ, കാൻഡിൽസ് എടുക്കുക. എന്നിട്ട് എന്താക്കുക, രണ്ടും കത്തിച്ച് വെക്കുക, രണ്ടും എന്താക്കുക ലൈറ്റ് കത്തിക്കുക. കവർ വൺ ഓഫ് ദം വിത്ത് എ ഗ്ലാസ്, എന്താക്കുക ഒന്ന് ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി എന്താക്കുക മൂടുക, കണ്ടോ ചിത്രത്തിൽ കാണുന്ന പോലെ മൂടുക. ഒബ്സർവ് ബോത്ത് ദ കാൻഡിൽസ്, അപ്പോൾ എന്താണ് കാണുന്നത്, 2 മെഴുകുതിരിയും നിരീക്ഷിക്കുക. വാട്ട് ഹാപ്പൻ ടു ദം, അവയ്ക്ക് എന്താ സംഭവിച്ചത്? വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് അറ്റ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്, ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? പ്രിപ്പയർ എക്സ്പെരിമെൻറ്റ് നോട്ട് അല്ലേ, എക്സ്പെരിമെൻറ്റ് നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നോക്കൂ, എന്താണ് 2 മെഴുകുതിരി എന്താക്കി കത്തിച്ച് വെച്ചു അല്ലേ. അപ്പോൾ 2 മെഴുകുതിരി കത്തിച്ചപ്പോൾ എന്താണ് രണ്ടും കത്തുന്നതായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ്സിനോട് എന്താക്കി അത് മൂടി വെച്ചു, ഒന്ന് മൂടി വെച്ചു അല്ലേ, ഒന്ന് അതേപോലെ തന്നെ വെച്ചു അല്ലേ. അപ്പോൾ മൂടി വെച്ചതിൻ്റെ അടുത്ത് എന്താണ് ഗ്ലാസ് വെച്ചപ്പോൾ എന്താണ് ഇത് മെഴുകുതിരി ലൈറ്റ് പോയില്ലേ, ആ തീ എന്തായി കെട്ടുപോയി അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എയർ ഇല്ലാത്തതുകൊണ്ടാണ് എന്താക്കുന്നത് ഈ മെഴുകുതിരി കെട്ടുപോയത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കത്തണം എന്നുണ്ടെങ്കിൽ അല്ലേ, മെഴുകുതിരി ആണെങ്കിലും എന്താണ് അടുപ്പാണെങ്കിലും ഒക്കെ കത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് എയർ ആവശ്യമാണ് അല്ലേ. ഓക്കെ, ദെൻ ഹൗ ടു യൂസ് എ ഹെർത്ത്, ഇനി എന്താണ് എങ്ങനെയാണ് അടുപ്പ് ഉപയോഗിക്കുക, അതായത് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ് അല്ലേ. യു ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ഹെർത്ത്, പിക്ചർ 6.5 ഡിഡ് യു, നിങ്ങൾ എന്താണ് അടുപ്പിലെ ചിത്രം നിരീക്ഷിച്ചല്ലോ അല്ലേ. എന്താണ് 6.5 കണ്ടോ ചിത്രം കണ്ടല്ലേ. ഈസ് ഇറ്റ് പോസിബിൾ യൂട്ടിലൈസ് ഓൾ ദ ഹീറ്റ് എനർജി ജനറേറ്റഡ്, അപ്പോൾ എന്താണ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? ഉണ്ടോ? മുഴുവൻ എനർജി ആ ചട്ടിയിലേക്ക് നമ്മൾ എന്താക്കുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്, അപ്പോൾ ഈ ഹീറ്റ് ലോസ് ആവുന്നത്, അതായത് ഹീറ്റ് നഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ അടുപ്പ് നോക്ക്, ഇവിടെ അടുപ്പ് കത്തുമ്പോൾ എന്താണ് സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സൈഡിലോട്ട് പോകുന്ന അതൊക്കെ എന്താണ് നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാക്കുക, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെസൽ ആൻഡ് ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പാത്രത്തിനും അടുപ്പിനും ഇടയിൽ എന്താണ് ഈ വിടവ് ഉണ്ടാകരുത് അല്ലേ, അത് കുറവാക്കണം അല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ പറ്റുന്നുള്ളത് എഴുതുക കേട്ടോ. അപ്പം പിന്നെ എന്താണ് അടുപ്പ് അതുപോലെ ഇപ്പോൾ എന്താണ് അങ്ങനത്തെ അടുപ്പല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പോൾ എന്താണ് പല ടൈപ്പുകൾ അടുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഈ വിറക് എന്താണ് ഹീറ്റ് നഷ്ടം കുറയ്ക്കാൻ, അതുപോലെ പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ അടുപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ എന്താണ് നമുക്ക് ഈ
ഫ്യൂവൽസ് ലാഭം കിട്ടും അല്ലേ. വിറക് ഇതാക്കുകയാണെങ്കിലും ആ ഹീറ്റ് നമുക്ക് എന്താക്കും, ആ പാത്രത്തിലേക്ക് നേരിട്ടടിക്കുമ്പോൾ എന്താണ്, കുറച്ച് വിറക് മതിയാവും അല്ലേ. ഓക്കെ, അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ് എന്താണ്? അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ് ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ എന്താണ്? ഇപ്പോൾ വിറക് അടുപ്പ് കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുപ്പ് നമ്മൾ ഫുഡ് പാചകം ചെയ്യാനൊക്കെയാണ് എന്ത് ഈ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. പിന്നെയോ ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ എ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബസ്സസ്, ട്രക്സ് ആൻഡ് എക്സ്കവേറ്റേഴ്സ്. എന്താണ് ബസ്, ലോറ്, എക്സ്കവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണ് മാന്തി യന്ത്രം അല്ലേ, തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ എന്താണ് ഡീസൽ ആണ് എന്ത് നമ്മൾ ഫ്യൂവൽസായി ഉപയോഗിക്കുന്നത് അല്ലേ. ഹൗ എവർ പെട്രോൾ, ഡീസൽ ആൻഡ് ഗ്യാസ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് വെഹിക്കിൾസ് ലൈക്ക് കാർസ് ആൻഡ് ഓട്ടോറിക്ഷാസ്. എന്താണ്, എന്നാൽ കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ എന്താണ് പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഫാക്ടറീസ് യൂട്ടിലൈസ് കോൾ, ഗ്യാസ് ആൻഡ് നാഫ്ത. എന്താ ഫാക്ടറികളിൽ എന്താണ് കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയ എന്താണ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ജെറ്റ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്. അപ്പോൾ വിമാനങ്ങളിൽ എന്താണ് ജെറ്റ് ഫ്യൂവലാണ് നമ്മളെന്ത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് ഫ്യൂവൽ ഡിസ്കസ്. ഇനി മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഈ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് ദ സോഴ്സ്. ഇനി എന്താണ് ഉറവിടം എന്ത് ചോദിച്ചിരിക്കുന്നത്. ഉറവിടം എന്ത്? ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ പെട്രോൾ ആൻഡ് ഡീസൽ റീച്ച് ദ പെട്രോൾ പമ്പ്സ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയാം. ഈ പെട്രോളും ഡീസലൊക്കെ പെട്രോൾ പമ്പിൽ എത്തുന്നത്, നമ്മൾ പെട്രോൾ പമ്പ് എന്ത് പെട്രോളും ഡീസലൊക്കെ അടിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പെട്രോൾ പമ്പിൽ എങ്ങനെയാണ് എത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചറിയാം. അപ്പോൾ നോക്കാം. ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം എർത്ത് അല്ലേ. ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് എന്ത് ഈ പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ഡു യു നോ ഹൗ ക്രൂഡ് ഓയിൽ ഇസ് ഫോംഡ്. അപ്പോൾ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? Coal, crude oil and natural gas are made from organic matter trapped underground millions of years ago. എന്താണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക്, മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ആ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ഈ നാച്ചുറൽ അതായത് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ട്രാപ്ഡ് അല്ലേ. ഓർഗാനിക് മാറ്റർ ഉണ്ടല്ലോ, അതായത് ജൈവ വസ്തുക്കളിൽ നിന്നാണ് എന്ത് ഈ കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് അല്ലേ, അതൊക്കെ എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് എന്ത് ഈ കോളും ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും അല്ലേ, പ്രകൃതിവാതകം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത്. കോൾ വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ റണ്ണിങ് ട്രെയിൻസ് ആൻഡ് ഷിപ്സ് ആൻഡ് ഓൾസോ ഫോർ operating industries before diesel and electricity became popular. Nowadays coal is primarily used in thermal power plants. എന്താണ് ഇവിടെ പണ്ടൊക്കെ അല്ലേ, അതായത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ് ഇവിടെ പറയുന്നത് ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പം എന്താണ് ഇവിടെ പറയുന്നത്, കോൾ ഈസ് used as fuel for running trains and ships and also for operating industries before diesel and electricity became popular. ഇവിടെ വായിച്ചില്ലല്ലേ. ഫ്യൂൽ യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് സച്ച് ആസ് പെട്രോൾ, ഡീസൽ, കെറസിൻ ആൻഡ് LPG യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ആർ ഓൾ റിഫൈൻഡ് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ഫ്രം ക്രൂഡ് ഓയിൽ. എന്താണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ആയ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പിന്നെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ഒക്കെ എന്താണ് ഈ ക്രൂഡ് ഓയിൽ എന്താക്കുന്ന ക്രൂഡ് ഓയിലിന് ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. എന്തൊക്കെ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, കെറസിൻ, LPG ഒക്കെ അല്ലേ. പിന്നെ ഇവിടെ പറഞ്ഞ കോൾ വാസ് യൂസ്ഡ് ഫോർ റണ്ണിങ് ട്രെയിൻ അല്ലേ. അതെന്താണ് നമ്മൾ ഈ ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തന്നെ അല്ലേ, പോപ്പുലർ ആവുന്നതിന് മുന്നേ തന്നെ എന്താണ് തീവണ്ടിയും കപ്പൽ തുടങ്ങിയ ഓടിക്കാനും അതുപോലെ വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും ഒക്കെ അന്ന് കോളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലെ, ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എന്താണ്, ഇപ്പം നൗഡേയ്സ് കോൾ ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ് അല്ലേ. ഇപ്പോൾ എന്താണ് ഈ തെർമൽ പവർ പ്ലാന്റ്സിലാണ് എന്ത് കോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കൂ, ഈ ചിത്രം നോക്കൂ, ഓയിൽ റിഗ് ആണ് അല്ലേ. ഓയിൽ റിഗ് എന്ന് പറഞ്ഞാൽ എന്താ, എണ്ണ കിണർ അല്ലേ. പിന്നെ പെട്രോളിയം റിഫൈനറി, എണ്ണ ശുദ്ധീകരണശാല. പിന്നെ പിക്ചർ 6.9 എന്താ പെട്രോൾ പമ്പ് അല്ലേ. ഇത് പെട്രോൾ പമ്പാണ്, ഇത് LPG സിലിണ്ടർ അല്ലേ. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനമാണ് അല്ലേ ഈ ഗ്യാസ്. ഓക്കെ, then fossil fuels are formed from remains of living organisms that existed on earth millions of years ago. Their stock decreases and eventually runs out by consumption.
ദീസ് ആർ റെഫേർഡ് ടു ആസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. എന്താണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് അല്ലേ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിൽ, കുറേ വർഷങ്ങൾ മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികൾ ഉണ്ടായത് അല്ലേ. അതിങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് രൂപപ്പെട്ടത്. പിന്നെ എന്താ പറയുന്നത്, ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും അല്ലേ. ദെയർ സ്റ്റോക്ക് ഡിക്രീസസ് ആൻഡ് ഇവൻച്വലി റൺസ് ഔട്ട് ബൈ കൺസപ്ഷൻ. ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും അല്ലേ. ഇവയെ പുതുക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അതിനെ പുതുക്കാൻ കഴിയില്ലല്ലോ. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അകപ്പെട്ടു പോയ സംഭവങ്ങൾ ഫോസിൽ ഫ്യൂവൽസ് ആയി മാറിയതാണ് അല്ലേ. അപ്പോൾ ഇത് എടുക്കുന്തോറും തീർന്നു പോയില്ല, പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല അല്ലേ, പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ പറയുന്നതാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. എടുക്കുന്തോറും തീരുന്ന സംഭവത്തിനെ പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോസിൽ ഫ്യൂവൽസ്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, കോൾ ഉണ്ട് അല്ലേ. പിന്നെ ക്രൂഡ് ഓയിൽ ഏതൊക്കെയുണ്ട്? പെട്രോൾ, ഡീസൽ, കരസിൻ, LPG എന്തൊക്കെയാണുള്ളത് ഒക്കെ എഴുതുക കേട്ടോ. ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ്. പിന്നെ ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് കേട്ടോ. വി ഹാവ് ലേൺഡ് അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ്. പലതരം ഫ്യൂവൽസിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. അവയിൽ ചിലത് സം ഓഫ് ദം ആർ വുഡ്, കരസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ ആൻഡ് LPG അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതാട്ടോ, ഈ മുകളിൽ എഴുതാട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ വുഡ് വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, പിന്നെ കോൾ, കൽക്കരി, LPG തുടങ്ങിയവ ഉണ്ട് അല്ലേ. ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇൻ അഡീഷൻ ടു ദ അബവ് മെൻഷൻ ഫൈൻഡ് ഔട്ട് അതർ ഫ്യൂവൽസ് ആൻഡ് ഗ്രൂപ്പ് ദം ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്സ്. അപ്പോൾ നോക്കൂ, ഇത് കൂടാതെ മറ്റ് ഇന്ധനങ്ങൾ നമ്മൾ കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണ് അനുസരിച്ച് കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. സോളിഡ് എന്ന് പറഞ്ഞാൽ കട്ടിയിലുള്ളൊരു വസ്തു അല്ലേ, കട്ടി അയക്കുന്ന വസ്തു. നമ്മൾ എടുത്താലും കണ്ട് കട്ടി അയക്കുന്ന ഒരു വസ്തുവാണിത് സോളിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചാൽ വെള്ളം പോലെ പോരുന്ന സംഭവമാണിത് ലിക്വിഡ് അല്ലേ. വെള്ളം പോലെയുള്ള സംഭവം ലിക്വിഡ് എന്ന് പറയും. ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്യാസ് തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾ എന്താക്കണം, ഇതിനെ സെപ്പറേറ്റ് ആക്കണം അല്ലേ. ഏതൊക്കെയാണ് സോളിഡ് ഏതൊക്കെയാണ്, ലിക്വിഡ് ഏതൊക്കെയാണ്, ഗ്യാസ് ഏതൊക്കെയാണ് അല്ലേ. ഗ്യാസ്, LPG ഒക്കെ പറയാം അല്ലേ. കോള് സോളിഡ് പെടും അല്ലേ. പിന്നെ അതുപോലെ ഡീസൽ, പെട്രോൾ, കരസീനൊക്കെ ലിക്വിഡിൽ പറയും. വുഡും സോളിഡിലാണ് വരുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഇനി താഴെയുള്ള ചിത്രം നോക്കിയാൽ ലുക്ക് അറ്റ് ദ ചേഞ്ചസ് ഓഫ് ഫ്യൂവൽസ് യൂസേജ് ഇൻ ട്രെയിൻസ് ഓവർ ടൈം. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലക്രമത്തിൽ തീവണ്ടിയുടെ ഫ്യൂവൽ യൂസേജിന് അല്ലേ, ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ. ഇത് കോൾ ട്രെയിൻ, പണ്ടത്തെ അല്ലേ, കൽക്കരി തീവണ്ടിയാണ് ഇത് അല്ലേ. പിന്നെ ഇതാണ് ഡീസൽ ട്രെയിൻ അല്ലേ. പിന്നെ ഇതെന്താണ്? ഇലക്ട്രിക് ട്രെയിനും. ഓക്കെ, കറന്റ്ലി ഇലക്ട്രിക് ട്രെയിൻസ് ആർ കോമൺ ഇൻ ഓപ്പറേഷൻ അല്ലേ. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റീൻ്റെ അല്ലേ, ഇലക്ട്രിക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത് അല്ലേ. ഇലക്ട്രിസിറ്റി ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂവൽസ്. വി കാൻ ഇമാജിൻ എ ലൈഫ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി നൗ ആ ഡേയ്സ് അല്ലേ. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഇന്ധനങ്ങൾക്ക് ഫ്യൂവൽസിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു എനർജിയാണ് എന്ത് പറയുന്നത്, ഫോം ഓഫ് എനർജിയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക് എനർജി അല്ലേ. ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി ഈസ് എൻ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂവൽസ്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് ഈ ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ജീവിതം നമുക്ക് എന്താക്കാൻ പറ്റില്ല, സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ അല്ലേ. ദെൻ വാട്ട് ആർ ദ വേരിയസ് നീഡ്സ് ഇൻ ഹൗസസ് ദാറ്റ് റിക്വയർ ഇലക്ട്രിസിറ്റി. അപ്പോൾ എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് എങ്ങനെയായിരിക്കും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട് അല്ലേ. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ് ഒന്ന്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. വി ക്യാൻ കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് എ ടർബൈൻ, വാട്ടർ വീൽ and conduct an experiment as shown in the picture. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ടർബൈൻ വീൽ, വാട്ടർ വീൽ കണ്ടോ, അതിൻ്റെ മാതൃക നിർമ്മിച്ചൊരു പരീക്ഷണം ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഡൗൺ
നോട്ട്സ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ മോഡൽ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്താണ് ഉപകരണത്തിൻ്റെ നിർമ്മാണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ നോട്ട്. അപ്പോൾ നിർമ്മാണക്കുറിപ്പിൽ എന്തെല്ലാം വേണം? നെയിം ഓഫ് ദ എക്യുപ്മെൻറ്റ് അല്ലേ, ഉപകരണത്തിൻ്റെ പേര്, ഒബ്ജക്റ്റീവ് ഓഫ് ദ കൺസ്ട്രക്ഷൻ, നിർമ്മാണ ലക്ഷ്യം, മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായ സാമഗ്രികൾ, ഡയഗ്രാം ഒരു രേഖാചിത്രം, പിന്നെ സ്റ്റെപ്സ് ഓഫ് ദ കൺസ്ട്രക്ഷൻ നിർമ്മാണ ഘട്ടങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ നോട്ടിൽ ഈ ഇതൊക്കെ എന്താണ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എന്താണ് ഈ കൺസ്ട്രക്ഷൻ നോട്ട് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഹൗ ഡസ് ദ ടർബൈൻ റൊട്ടേറ്റഡ്, എങ്ങനെയാണ് വെള്ളം ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്? വെള്ളം ഒഴിക്കുന്നതനുസരിച്ചിട്ടാണ് എന്ത് ഈ ടർബൈൻ കറങ്ങുന്നത് അല്ലേ. ഡസ് ദ വേരിയേഷൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ദ ഫാളിംഗ് വാട്ടർ ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ. അപ്പോൾ എന്താണ് വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. വെള്ളം വീഴുന്നതിൻ്റെ ശക്തി ഉണ്ടല്ലോ, ആ പവർ, അതെന്താണ് ഫോഴ്സ് എന്താക്കുന്നുണ്ട്? വെള്ളം വീഴുന്നതിൻ്റെ ആ ഫോഴ്സ് എന്താണ് ആ ടർബൈൻ കറങ്ങുന്നതിനെ എന്താണ് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അത് എന്താണ് മെല്ലെ ഇതാക്കുമ്പോൾ എന്താണ് മെല്ലെ കറങ്ങും അല്ലേ. നമ്മൾ സ്പീഡിൽ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് എന്താകും വേഗം കറങ്ങും അല്ലേ. വിൽ ദ ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ ബോട്ടിൽ എഫക്ട് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ. വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുമോ? യെസ്, തീർച്ചയായും വരും അല്ലേ. നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഇനി പിക്ചർ 6.15 ഉണ്ടോ? എന്താണ് ഇവിടെ പറയുന്നത്? ഇതെന്താ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് ദ എനർജി പ്രസൻറ്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. ദ വാട്ടർ ഈസ് റിലീസ്ഡ് ഡൗൺവേർഡ്സ് ആസ് പെർ ഡിമാൻഡ് ടു ടേൺ ദ ടർബൈൻസ് ആൻഡ് ഡ്രൈവ് ദ ജനറേറ്റർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലേ. എന്താണ് ഇവിടെ കെട്ടി നിർത്തിയ വെള്ളമാണ് അല്ലേ. വെള്ളത്തിൻ്റെ എനർജി എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് എനർജി പ്രസൻറ്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. അപ്പോൾ എന്താണ് ഈ കെട്ടി നിർത്തിയ ഡാമിൽ അല്ലേ ആ വെള്ളത്തിൻ്റെ എനർജി ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ നിർമ്മിക്കുന്നത് അല്ലേ. ദ വാട്ടർ ഈസ് റിലീസ്ഡ് ഡൗൺവാർഡ് ആസ് പെർ ഡിമാൻഡ് ടു ടേൺ ദ ടർബൈൻസ് ആൻഡ് ഡ്രൈവ് ദ ജനറേറ്റർ ടു ജനറേറ്റ് ദ ഇലക്ട്രിസിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ എന്താണ് അതിന് വേണ്ടി വെള്ളത്തെ എന്താണ് ഈ ഡാമുകളിൽ തടഞ്ഞു നിർത്തുക ചെയ്യുന്നത് അല്ലേ. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് എന്താണ് ഈ ഇലക്ട്രിസിറ്റി എന്താക്കുന്ന നിർമ്മിക്കുകയാണ് അല്ലേ. കണ്ടോ ചിത്രത്തിൽ ഇതുപോലുള്ള ഒരു ഇത് നമ്മളിപ്പം മോഡൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഈ ഡാമിൽ എന്താണ് വെള്ളം ഒഴിച്ചു വിടുമ്പോൾ അവിടേക്ക് എന്താണ് ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡ്. ഇനി എന്താണ് വിൻഡിൽ നിന്ന് എന്താണ് ഇപ്പോൾ വാട്ടറിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം അല്ലേ. അതുപോലെ എന്താണ് വിൻഡിൽ നിന്നും കാറ്റിൽ നിന്ന് നമുക്ക് എന്താക്കാം ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം അല്ലേ. നോക്കിയോ, ഇതെന്താണ് പാം ലീഫ് വിൻഡ് ഫാൻ അല്ലേ. ഇതെന്താണ് ഓലപ്പം എന്താ പറയുക ഫാനായിട്ട് നമ്മൾ ഉപയോഗിക്കലുണ്ട് അല്ലേ. ഇങ്ങനെ ഈ എന്താണ് പാം ലീഫ് വിൻഡ് ഫാൻ ഇത് അല്ലേ. ഓലപ്പമ്പരം എന്ന് പറയും. ഓക്കെ, ഓലപ്പമ്പരം എന്താണ് ഓലനോട് ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഇത് പിടിച്ചിരുന്ന് ഓടുമ്പോൾ എന്താ ഇതിങ്ങനെ കറങ്ങും അല്ലേ. വിൻഡിനോട് കറങ്ങുകയാണ് അല്ലേ. ഇത് വിൻഡ് മിൽ കണ്ടോ. ഇതെന്താണ് വിൻഡ് മില്ലാണ് കേട്ടോ. കാറ്റാടിപ്പാടം എന്നൊക്കെ പറയും അല്ലേ. ക്രിയേറ്റ് എ ഫാൻ യൂസിങ് എ പാം ലീവ്സ് ഓർ പേപ്പർ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ചൊരു ഫാന് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള സ്റ്റാൻഡ് ഔട്ട്സൈഡ് ഹോൾഡിങ് ദിസ് ഫാൻ. എന്നിട്ട് എന്താക്കുക നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഫാനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഡസ് ദ ഫാൻ റൊട്ടേറ്റ്, ഈ ഫാന് കറങ്ങുന്നുണ്ടോ? വെൻ ഡസ് ദ ഫാൻ റൊട്ടേറ്റ് ബെറ്റർ, എപ്പോഴാണ് ഈ ഫാൻ നന്നായി കറങ്ങുന്നത്? വിൻഡ് കിട്ടുമ്പോൾ അല്ലേ. വിൻഡ് കിട്ടുമ്പോഴാണ് എന്ത് ഈ ഫാൻ നന്നായി കറങ്ങുക അല്ലേ. Wind has the ability to move objects. We can generate electricity utilizing this ability of the wind. When the blades of a windmill rotate, they drive a connected turbine and a generator and electricity is generated. എന്താണ് പറയുന്നത്? വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്സ് അല്ലേ. കാറ്റിന് എന്താണ് ഈ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. മൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് വിൻഡിന് അല്ലേ. ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ് വിൻഡിനുണ്ട് അല്ലേ. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദിസ് എബിലിറ്റി ഓഫ് ദ വിൻഡ്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തിയാണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് അല്ലേ. ഇതിനുള്ള ഉപകരണമാണ് എന്ത് വിൻഡ് മിൽ അല്ലേ. എന്താണ് അഥവാ
എന്താണ് കാറ്റാടി യന്ത്രം, അല്ലെങ്കിൽ ഇതിന് പറയാം എന്താണ് വിൻഡ് മിൽ അല്ലേ. അപ്പോൾ ഈ കാറ്റ് വെച്ചിട്ട് എന്താണ് ഈ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഈ ഫാൻ വെച്ച് കറക്കിയിട്ട് അല്ലേ. ഓക്കെ. ദെൻ പിന്നെ പറയുന്നത് വിൻഡ് മില്ലിൻ്റെ ഈ ഫാനുകൾ കറങ്ങുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെടുത്തിയ ഈ ടർബൈൻ കറങ്ങും. എന്താണ് പറയുന്നത് ഈ വിൻഡ് മില്ലുമായിട്ട് വെൻ ദ ബ്ലേഡ്സ് ഓഫ് വിൻഡ് മിൽ റൊട്ടേറ്റ് ദേ ഡ്രൈവ് എ കണക്റ്റഡ് ടർബൈൻ ആൻഡ് എ ജനറേറ്റർ ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് അല്ലേ. അപ്പോൾ ഈ വിൻഡ് മില്ല് അല്ലേ, വിൻഡ് മില്ലിൻ്റെ ഈ ഫാനുകൾ കറങ്ങുമ്പോൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഈ ടർബൈൻ കറങ്ങുന്നു. ഈ എനർജി ഉപയോഗിച്ച് എന്താണ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് എന്താണ് ഈ ഇലക്ട്രിസിറ്റി എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ അല്ലേ, ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ. എന്താണ് പറയുന്നത് വിൻഡ് മില്ലിൻ്റെ ഫാനുകൾ കറങ്ങുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുകയാണ്. ഈ എനർജി ഉപയോഗിച്ച് എന്താണ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ. ഇൻ കേരളം ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഫ്രം വിൻഡ് എനർജി ഇൻ പ്ലേസസ് ലൈക്ക് രാമക്കൽ മേടു, കഞ്ചിക്കോട് ആൻഡ് അട്ടപ്പാടി. എന്താണ് ഇവിടെ പറയുന്നത് കേരളത്തിൽ രാമക്കൽ മേട്, അട്ടപ്പാടി, കഞ്ചിക്കോട് എന്നിവിടങ്ങളിൽ എന്താണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് അല്ലേ. പിന്നെ വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾഡ് ഇൻ ദോസ് പ്ലേസസ്, എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? വിൻഡ് ഈസ് ആൻ എനർജി സോഴ്സ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് യൂസ്ഡ് സിൻസ് ഏൻഷ്യന്റ് ടൈംസ്. ദ പവർ ഓഫ് വിൻഡ് വാസ് യൂട്ടിലൈസ്ഡ് ഫോർ ട്രാവലിംഗ് ഇൻ റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ്. മനുഷ്യർ പണ്ട് എന്താണ് പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു ഹീറ്റാണ് എനർജി ആണ് എന്ത് കാറ്റ് അല്ലേ. വിൻഡ് ഈസ് ആൻ എനർജി സോഴ്സ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് യൂസ്ഡ് സിൻസ് ഏൻഷ്യന്റ് ടൈംസ്. പണ്ട് മുതലേ മനുഷ്യർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു എനർജി സോഴ്സ് ആണ് എന്ത് വിൻഡ് എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ, പവർ ഓഫ് വിൻഡ് വാസ് യൂട്ടിലൈസ്ഡ് ഫോർ ട്രാവലിംഗ് ഇൻ റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ്. എന്താണ് റിവേഴ്സിലും ഓഷ്യൻസിലൊക്കെ ഇടയിലുള്ള എന്താണ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും ഒക്കെ ഉള്ള യാത്രയ്ക്ക് എന്താണ് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നില്ലേ. പായക്കപ്പൽ എന്നൊക്കെ പറയില്ലേ, കാറ്റിങ്ങനെ അടിക്കുന്നതനുസരിച്ച് ആ പായക്കപ്പൽ നീങ്ങുമായിരുന്നു അല്ലേ. സ്റ്റോംസ് cause damages and calamities as they are rich in energy. Nowadays, the possibility of storms can be predicted through weather forecast and warnings. We can reduce the rate of calamities and losses if we take precautions according to them. എന്താണ് കൊടുങ്കാറ്റിന് വളരെയധികം എന്താണ് എനർജി ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഇന്ന് കാലാവസ്ഥ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും അല്ലേ. മുന്നറിയിപ്പുകൾ അനുസരിച്ച് എന്താണ് നമ്മൾ പ്രിക്കോഷൻസിൽ മുൻകരുതലുകൾ എടുത്താൽ എന്താണ് ഈ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും. എനർജി ഫ്രം ദ സൺലൈറ്റ്. ഇനി എന്താണ് എനർജി ഇപ്പോൾ വിൻഡ് എന്ന് പറഞ്ഞു, വാട്ടറിൽ നിന്ന് പറഞ്ഞു, പിന്നെന്താണ് ഇപ്പം ഈ സൺലൈറ്റിൽ നിന്നാണ് അല്ലേ. എനർജി ഫ്രം ദ സൺലൈറ്റിൽ നിന്ന് നമുക്ക് എന്താണ് എനർജി അല്ലേ. കീപ് എ സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വെർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് എന്താക്കുക ഒരു സ്റ്റീൽ പാത്രം വെക്കുക. ടച്ച് ദ വെസൽ ആഫ്റ്റർ സം ടൈംസ്. കുറച്ച് കഴിഞ്ഞ ശേഷം പാത്രം തൊട്ട് നോക്കൂ. വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്? എന്താ അനുഭവപ്പെടുന്നത്? വാട്ട് ഈസ് എ റീസൺ? ചൂട് അനുഭവപ്പെടുന്നില്ല, എന്താ കാരണം? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് സം വാട്ടർ ഈസ് poured ഇൻ ടു ദ വെസൽ? അങ്ങനെയാണെങ്കിൽ എന്താണ് പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമ്മൾ വെള്ളം എന്താണ് ഈ പാത്രത്തിൽ അവിടെ വെച്ച് നോക്കൂ. അപ്പോൾ എന്താ അനുഭവപ്പെടുക? ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്? ഏതെല്ലാം രീതിയിലാണ് ഈ സൂര്യപ്രകാശത്തിലെ ഈ എനർജി നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്? ഫോർ ഡ്രൈയിങ് ഒബ്ജക്ട്സിലെ വസ്തുക്കൾ ഉണക്കുന്നതിന്, പിന്നെന്താ നമ്മളെ തുണി ഉണക്കുന്നതിന് അല്ലേ, ഫോർ ഡ്രൈയിങ് അവർ ക്ലോത്ത്സ്. പിന്നെയോ പല സംഭവത്തിൽ നമ്മൾ എന്താണ് സൺലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ലൈറ്റിന് വരെ സൺലൈറ്റ് വേണ്ടേ. ഡിവൈസസ് ദാറ്റ് യൂസ് ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് സോളാർ കുക്കേഴ്സ് ആൻഡ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. എന്താണ് ഈ സൺലൈറ്റ് സോളാർ എനർജി അല്ലേ, സോളാർ എനർജി എന്താണ് ഹീറ്റ് ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണെന്ത് സോളാർ എനർജിയിൽ നിന്നുള്ള ഹീറ്റ് ഉപയോഗപ്പെടുത്തുന്ന എന്താണ് ഉപകരണങ്ങളാണെന്ത് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും ഒക്കെ അല്ലേ. ഇതാണ് സോളാർ സ്റ്റൗ കുക്കർ അല്ലേ, ഇത് സോളാർ വാട്ടർ ഹീറ്ററാണ് അല്ലേ. വാട്ട് ആർ ദ ഡിവൈസസ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ? താഴത്ത് തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന നോക്കിയേ, അതിൽ എന്തൊക്കെയാണ് ഈ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞേ. ഇതെന്താണ് അത് കാൽക്കുലേറ്റർ അല്ലേ, സോളാറിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്, സോളാർ പാനൽ ഉണ്ട്, എന്താണ് സോളാർ ലാമ്പ് ഉണ്ട് അല്ലേ. ദെൻ ഫ്രം വേർ ഡു ദേ ഗെറ്റ് ദ എനർജി ടു ഫങ്ഷൻ?
ഇപ്പോൾ ഇതിലേക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഈ എനർജി ലഭിക്കുന്ന എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്ന് അല്ലേ. ദ സോളാർ പാനൽസ് ഇൻ ദീസ് ഡിവൈസസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. എന്താണ് ഇവയിലെ സോളാർ പാനൽസുകൾ സൂര്യപ്രകാശത്തെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് അല്ലേ. ഇത് പ്രവർത്തിക്കാനുള്ള ആവശ്യമായ എനർജി എവിടുന്നാണ് ലഭിക്കുന്നത്? ഇവയിലുള്ള സോളാർ പാനലുകൾ ഈ സൺലൈറ്റിനെ അല്ലേ, സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് അല്ലേ. എന്നിട്ടാണ് എന്താക്കുന്നത്? പ്രവർത്തിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ ദ സോളാർ സെൽസ് ഇൻ ദ സോളാർ പാനൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. അപ്പോൾ ഈ സോളാർ പാനലിലുള്ള സോളാർ സെൽസ് സൺലൈറ്റ് പതിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു അല്ലേ, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. Devices that generate electricity from sunlight are widely used in homes and other establishments. വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ സൺലൈറ്റിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വീടുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇനി ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലേ. ഇലക്ട്രിക് വെഹിക്കിൾസ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൽ ആൾക്കാരെ വീട്ടിലും ഉണ്ടാവും അല്ലേ. ഹാവ് യു നോട്ടീസ്ഡ് വെഹിക്കിൾസ് വിത്ത് ഗ്രീൻ നമ്പർ പ്ലേറ്റ്? അത് വൈദ്യുതി ഇലക്ട്രിക് വെഹിക്കിൾ മനസ്സിലാവാനുള്ള ഇതെന്താണ്? ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആയിരിക്കും അല്ലേ. സാധാരണ നമ്മൾ വൈറ്റിൽ ബ്ലാക്ക് ചെയ്തു അല്ലെങ്കിൽ യെല്ലോയിൽ ബ്ലാക്ക് എഴുതുന്നതല്ലേ സാധാരണ അല്ലേ. അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടോ? ബ്ലാക്ക് വൈറ്റിൽ ബ്ലാക്ക് നമ്പറാണ് ഉള്ളതെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളാണ് അല്ലേ. പിന്നെ ഈ യെല്ലോയില് ബ്ലാക്ക് കളറിൽ നമ്പർ എഴുതുന്ന ടാക്സി വാഹനങ്ങളാണ് കേട്ടോ. അതുപോലെ ഈ വൈറ്റ് പ്ലേറ്റിൽ ഗ്രീൻ നമ്പർ പ്ലേറ്റിൽ വൈറ്റ് നമ്പർ അല്ലേ. അതായത് ഗ്രീൻ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഗ്രീൻ നമ്പർ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ ഇത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും അല്ലേ. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചർ? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും കേട്ടോ. ഒബ്സർവ് ദ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രസന്റ് ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുതി വാഹനങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കാറുണ്ട്, സ്കൂട്ടർ ഉണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇനി പുതുക്കാൻ കഴിയുന്ന അല്ലേ. ഇപ്പോൾ നേരത്തെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പുതുക്കാൻ കഴിയാത്തത് അല്ലേ. നമ്മൾ എടുക്കും തോറും തീർന്നു പോകുന്നതാണിത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാലോ ഇത് തീരൂല, എടുത്താലും തീരൂല. അതിനുള്ള എക്സാമ്പിൾ ഏതാ? സൺലൈറ്റ് നമുക്ക് എപ്പോഴും കിട്ടിയോണ്ടിരിക്കല്ലേ അല്ലേ. അപ്പൊ നമുക്ക് തീരുന്നുണ്ടോ? ഇല്ല അല്ലേ. അതുപോലെ കാറ്റും തീരുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ തിരമാല, സമുദ്രത്തിലുള്ള തിരമാല ഉണ്ടോ? അത് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ തീരാത്ത സംഭവങ്ങളാണിത്. ആ എനർജി സോഴ്സിനാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റേ ഫോസിൽസ് ഫ്യൂൽസ് ഒക്കെ നമ്മൾ എടുത്താൽ തീർന്നു അല്ലേ. പെട്രോൾ ഡീസലൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഫ്യൂൽ ഇത് തീർന്നു പോകും അല്ലേ. പക്ഷെ തീരൂല അല്ലെ. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ് ആൻഡ് വിൻഡ്? ഈ സൺലൈറ്റും വിൻഡ് അതുപോലെ തിരമാല അല്ലെ, വേവ്സ് തുടങ്ങിയ എനർജി സോഴ്സസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അത് നമ്മൾ ആ എനർജി സോഴ്സ്, അതായത് വിൻഡ് എന്നാണെങ്കിൽ സൺലൈറ്റ് എന്നാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതോറും പിന്നെയും ഉപയോഗിക്കുന്നവരല്ല, നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ സൺലൈറ്റ് നമുക്ക് ദിവസം കിട്ടുന്നതല്ലേ. അതുപോലെ വിൻഡും കിട്ടുമല്ലോ അല്ലേ. എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ അല്ലേ. ഈ സൺലൈറ്റും വിൻഡ് തിരമാല തുടങ്ങിയ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല അല്ലേ. ദീസ് ആർ നോൺ ആസ് റിന്യൂവബിൾ എനർജി സോഴ്സ്. അപ്പോൾ ഇവ പുതുക്കാൻ കഴിയുന്ന, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. ദീസ് എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. ഈ എനർജി സോഴ്സ് കാരണം ഒരിക്കലും വായു മലിനീകരണം ഉണ്ടാകുന്നില്ല അല്ലേ. ഇത് നോക്കൂ, കൊച്ചിൻ എയർപോർട്ട് അത് അല്ലേ. കൊച്ചിൻ എയർപോർട്ട് ഈസ് ദ വേൾഡ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട്. This international airport generates the electricity needed for its operations using solar panels. കൊച്ചിൻ എയർപോർട്ടാണ് ഇതിലെ പൂർണ്ണമായും സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് കൊച്ചിയിലേതാണ് അല്ലേ. ഈ ഇന്റർനാഷണൽ
എയർപോർട്ട് എന്താണ് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എന്താണ് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ചാണ് കേട്ടോ. എന്താണ് പൂർണ്ണമായിട്ടും സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ എയർപോർട്ടാണ് കൊച്ചിയിലുള്ളത് അല്ലേ. ഇത് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അല്ലേ. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ എന്താണ് അതിന് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ. ഇനി ബയോഗ്യാസ് എന്താണ് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ചിലർ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ബയോഗ്യാസ്. നോക്കാം നമുക്ക്. വി ക്യാൻ ജനറേറ്റ് ഫ്യൂവൽസ് ഫ്രം ബയോ വേസ്റ്റ് വിച്ച് കോസസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് ഡിറൈവ്ഡ് ഫ്രം ബയോ വേസ്റ്റ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അ ബയോഗ്യാസ് പ്ലാന്റ്സ് ഇൻ അവർ സ്കൂൾ ആൻഡ് ഹോം? എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലേ, നമ്മളെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഒരു എന്താണ് ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കുക അല്ലേ. നമ്മളെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റിൽ നിന്ന് എന്താണ് നമുക്ക് ഇന്ധനം ഉണ്ടാക്കുക അല്ലേ. ബയോ വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്താക്കാം ഫ്യൂവൽസ് ഉണ്ടാക്കാൻ പറ്റും. ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ബയോ വേസ്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഫ്യൂവൽ ആണെന്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബയോ വേസ്റ്റ് ആണ് എന്ത് ബയോഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നമ്മളെ പരിസ്ഥിതി എൻവയോൺമെന്റൽ പ്രോബ്ലംസിൽ നിന്നുണ്ടാക്കുന്ന നമ്മളെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്ന ബയോ വേസ്റ്റുകൾ ഉണ്ടല്ലോ, ആ ബയോ വേസ്റ്റിൽ നിന്ന് എന്താണ് നമുക്ക് ഫ്യൂവൽസ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ബയോ വേസ്റ്റ് ആണ് എന്ത് ബയോഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? അവിടെ നിന്ന് അങ്ങനെ എന്താണ് പരിസ്ഥിതി മലിനീകരണം ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇത് ബയോഗ്യാസിലിട്ടാൽ മതി അല്ലേ ബയോ വേസ്റ്റുകളൊക്കെ. ഓക്കെ, ദെൻ വിസിറ്റ് എ ബയോഗ്യാസ് പ്ലാന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ്. എന്താണ് നിങ്ങൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി കണ്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്ക് പറയുന്നത് നോക്കിയാൽ ഊർജോൽപാദന എന്താണ് എനർജി ഉണ്ടാക്കുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ നമ്മൾ എന്താക്കുക ഇപ്പോൾ പരിചയപ്പെട്ടു അല്ലേ. യു ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എനർജി പ്രൊഡക്ഷൻ അല്ലേ. എനർജി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇപ്പം നമ്മൾ പഠിച്ചു. ഹാവൻ യു അല്ലേ. ദെൻ ക്യാൻ ദീസ് സോഴ്സസ് സാറ്റിസ്ഫൈ ഓൾ അവർ എനർജി നീഡ്സ്. എന്താണ് ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഈ എനർജി നീഡ്സ് എനർജീൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. The methods provided below are also used for energy production. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും എനർജി പ്രൊഡക്ഷന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ് യൂസിങ് ഡീസൽ ആൻഡ് കോൾ അല്ലേ. ഡീസൽ കൽക്കരി എന്താണ് തെർമൽ പവർ പ്ലാന്റ്സ് ഉപയോഗിച്ച് എന്താണ് ഡീസലും കോളും ഉപയോഗിച്ച് എന്താണ് തെർമൽ പവർ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഡീസൽ കൽക്കരി താപനിലയങ്ങളുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്. പിന്നെന്താണ് ജിയോ തെർമൽ എനർജി അല്ലേ. പിന്നെന്താ ന്യൂക്ലിയർ എനർജി അണുശക്തി എന്നൊക്കെ പറയും അല്ലേ. അതൊക്കെയാണ് എന്ത് നമ്മൾ ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. എനർജി പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നുണ്ട്. കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദീസ് ആൻഡ് പ്രിപ്പയർ ആൻഡ് എസ്സേ. എസ്സേ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ഹോട്ട് ബോക്സ് കേട്ടിട്ടുണ്ടോ? ഹോട്ട് ബോക്സ് വി ക്യാൻ റെഡ്യൂസ് കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽസ് ബൈ മിനിമൈസിങ് എനർജി ലോസ്. ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ളൊരു മാർഗം എന്താണ്? ഊർജ്ജ നഷ്ടം, അതായത് എനർജി ലോസ് തടയലാണ് അല്ലേ. മിനിമൈസിങ് എനർജി ലോസ് ആണ് എന്ത് ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം അല്ലേ. ഹോട്ട് ബോക്സ് ഈസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ഫുഡ് ഫ്രം ലോസിങ് ഇറ്റ്സ് ഹീറ്റ്. ഇഫ് വി കീപ് ദ ഹാഫ് കുക്ക്ഡ് food items in this box, they get cooked. It saves energy by preserving the heat inside it. എന്താണ് ഭക്ഷണത്തിലെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ഈ പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് എന്ത് ഈ ഹോട്ട് ബോക്സ് അല്ലേ. ചൂടാറാ പെട്ടി എന്ന് പറയില്ലേ. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണെന്ത് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത് അല്ലേ. അവിടെ എനർജി ലാഭിക്കുന്നത്. ചൂട് എന്താണ് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തുകയാണ് അല്ലേ. അവിടെ ഊർജ്ജം എന്താണ് എനർജി ലാഭിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. ഇതുപോലെ എന്താണ് ഈ എനർജി ലോസ് തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കണ്ടെത്തിയത് അല്ലേ. റൈസ് കുക്കറൊക്കെ അതിൽ പെട്ടതാണ് അല്ലേ. നമ്മൾ എന്താണ് ജസ്റ്റ് ചോറൊക്കെ വെക്കുകയാണെങ്കിൽ എന്താണ് ചോറ് വെള്ളം തിളച്ചതിന് ശേഷം എന്താണ് ചോറ് അരി ഉണ്ടല്ലോ ഇത് അരി വെള്ളം തിളച്ചതിന് ശേഷം എന്താക്കുക നമുക്ക് അത് അടച്ചിട്ട് എന്താക്കുക റൈസ് കുക്കറിൽ വെച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് അത്രയും ഗ്യാസ് ലാഭിക്കാം. അപ്പോൾ നമുക്ക് അതൊരു
എന്താണ് മിനിമൈസ് ചെയ്യുക അല്ലേ, എനർജി ലോസ് എന്താണ് തടയുന്ന ഒരു സംഭവമാണ് അല്ലേ. അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമെന്ന് എഴുതുക കേട്ടോ. ഫ്യൂവൽസ് ഓഫ് ദ ഫ്യൂച്ചർ എന്താണ്, ഭാവിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി അല്ലേ, ഭാവിയുടെ ഫ്യൂവൽസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് യൂസസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഹാവൻ യു, വാട്ട് ആർ ദെയർ ലിമിറ്റേഷൻസ്. ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇവയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെല്ലാമാണ്. ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ് അല്ലേ, എന്താണ് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് സോളാർ എനർജി, വിൻഡ് ആൻഡ് ടൈഡൽ വേവ്സ് ആർ ദ എനർജി സോഴ്സസ് വിതൗട്ട് ദീസ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ പരിമിതികൾ ഇല്ലാത്ത, ഈ ലിമിറ്റേഷൻസ് ഇല്ലാത്ത എനർജി സോഴ്സാണ് എന്ത്, സൺലൈറ്റ്, വിൻഡ്, തിരമാല തുടങ്ങിയ അല്ലെ വേവ്സ് ഒക്കെ അതിൽപ്പെട്ടതാണ് അല്ലേ, ടൈഡൽ വേവ്സ് ഒക്കെ അതിൽപ്പെട്ടതാണ് അല്ലേ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? എല്ലാ കാലത്തും എല്ലാ സമയത്തും എന്താണ് ഈ സൺലൈറ്റ് അവൈലബിൾ എവരിവെയർ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും നമുക്ക് സൂര്യപ്രകാശം ഒരുപോലെയാണ് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ ഈസ് ദ സ്പീഡ് ഓഫ് വിൻഡ് യൂണിഫോം, അതുപോലെ കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ? വാട്ട് അബൌട്ട് ദ ടൈഡൽ വേവ്സ്, ടൈഡൽ വേവ്സിൻ്റെ കാര്യത്തിൽ എന്താണ്? We can generate electricity always at the same rate from this source. The scientists are in search for new energy sources that can overcome these limitations. Fuels like hydrogen and biodiesel are examples of such promising fuels. എന്താണ് അപ്പോൾ ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലേ. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ തന്നെ കിട്ടൂല അല്ലേ ചിലപ്പോൾ. അപ്പോൾ ഈ പരിമിതികൾ മറികടക്കാൻ എന്താണ് പുതിയ എനർജി സോഴ്സസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ത് ശാസ്ത്രലോകം അല്ലേ, സയൻറ്റിസ്റ്റുകളൊക്കെ അല്ലേ. ഹൈഡ്രജൻ, അതുപോലെ എന്താണ് ഹൈഡ്രജനും ബയോഡീസലും ഒക്കെ അല്ലേ, ഇവന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഫ്യൂവൽസ് ആണ്. ഇത്തരം ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾക്ക് എന്താണ് നമ്മളെ ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ നന്നാക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.